ശ്രീമുണ്ടായിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ മാതാമന്ദാനന്ദനെ പറഞ്ഞൊരു കഥയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ പറഞ്ഞ കഥയാണെങ്കിലും ഇന്നും അത് മനസ്സിലുണ്ട്. അത് നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരാൾ സന്യാസിയോട് എന്ന് പറയും, ദൈവമൊന്നുമില്ല, ഞാൻ വളരെ കഷ്ടപ്പാടിലാണ്, ദൈവമൊന്നും നമ്മളെ സഹായിക്കത്തില്ല, അത് സത്യത്തിൽ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞു. ഉടനെ അവർ സ്വാമി പറഞ്ഞു, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ സാറിന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന പല രീതിയിലാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച നമുക്ക് ദൈവത്തോട് പറഞ്ഞാൽ കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും സാധിക്കും. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം. അപ്പോൾ ഇയാൾ എടുത്തെടുത്ത് പിന്നെയും ചോദിച്ചു, സ്വാമി ഈ പറയുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു, ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും എനിക്ക് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ആവശ്യപ്പെടുന്നോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഗുണം. പക്ഷെ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം, അതിൻ്റെ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഇയാൾ കുറച്ചേരം ആലോചിച്ചു, ശരി അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. അങ്ങനെ ഇയാൾ അപ്പം ദൈവം അത് തരുമെന്നല്ലേ പറഞ്ഞിരിക്കും. അപ്പം ഇയാൾ പോയി ഒരു കാട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കാട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇവിടെയും സഹായിക്കാൻ ചിലപ്പോൾ ആരെങ്കിലും വരുമല്ലോ, അത് വേണ്ട, നമുക്ക് കൊടുങ്കാട്ടിൽ പോവാം. അങ്ങനെ ഇയാൾ കൊടുങ്കാട്ടിൽ പോയി ഒരു മരത്തിൻ്റെ ചവിട്ടി നിന്നപ്പം അത് വേണ്ട, മരത്തിൻ്റെ മേളിൽ വേണ്ട, മുകളിൽ പോയി നിൽക്കാം. അങ്ങനെ ഇയാൾ ആ മരത്തിൻ്റെ മുകളിൽ പോയിരുന്നു. അപ്പം അയാളുടെ പ്രാർത്ഥന അയാൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നത്, എനിക്ക് ആഹാരം എൻ്റെ വായിൽ തരണം, എൻ്റെ വായിൽ വെച്ച് തരണം, എൻ്റെ ആഗ്രഹം അതാണ്, ദൈവം എന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്തു തരണം എന്നും പറഞ്ഞ് ഇദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥനയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസമായി വിശപ്പുകൊണ്ട് തളർന്നു, എന്നിട്ടും അയാൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഏകദേശം കുറച്ച് 1-2 ദിവസങ്ങൾ അങ്ങനെ പോയി. പ്രാർത്ഥന ഇങ്ങനെ ആത്മാർത്ഥമായി, അയാളൊരു പുറമോട്ട് പോയില്ല. അങ്ങനെ നോക്കിപ്പോൾ പെട്ടെന്ന് താഴെ കുതിരകളുടെ ശബ്ദം അയാൾ കേട്ടു. ഇയാൾ മേളിൽ നിന്ന് നോക്കിയപ്പം കുറേ കുതിരകളും അതിനകത്ത് കുറച്ച് ആളുകളും അവർ ചുറ്റാതെ നിന്ന് ഭക്ഷണപ്പൊതി അഴിച്ച് അത് കഴിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, എനിക്ക് ആഹാരം വായിൽ തരണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, എനിക്കത് തരണം, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ആഹാരം അതായിരിക്കുമോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം നോക്കിയപ്പം ഭക്ഷണമെല്ലാം അവർ കഴിച്ച് തിരിച്ചു പോയി. ഒരു പൊതി ഇയാളിരിക്കുന്ന മരത്തിൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇയാൾ പറഞ്ഞു, അതായിരിക്കും, പക്ഷേ എൻ്റെ ആഗ്രഹം എൻ്റെ വായിൽ തരണോ, അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ വായിൽ തരട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും പ്രാർത്ഥിച്ചു. ഏകദേശം കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വേറെ കുറച്ച് കുതിരകൾ അവിടെ വന്നു. അപ്പോൾ ഇവർ കാട്ടുകൊള്ളക്കാരന്മാരാണ്. അവർ ഈ വന്നപ്പോൾ കാണാം, അവിടെ ഒന്ന് പരിശോധിച്ചപ്പോൾ ആരൊക്കെയോ വന്നിട്ട് പോയി എന്ന് ഇവർക്ക് മനസ്സിലായി. ആഹാരം കഴിച്ചതിൻ്റെ കിടപ്പും. പെട്ടെന്ന് നോക്കിയപ്പോൾ കാണാം മരത്തിന് താഴെ ഒരു പൊതിയിരിക്കും. അങ്ങനെ ഒരാൾ ഇറങ്ങി അഴിച്ചു നോക്കിയപ്പോൾ അത് ഭക്ഷണമാണ്. അപ്പോൾ ഇത് ആര് കൊണ്ട് വെച്ചെന്ന് പറഞ്ഞ് പരിസരം മൊത്തം നോക്കി. അപ്പം പെട്ടെന്ന് ഇവർക്ക് തോന്നി, ഇവരെ കൊല്ലാനായിട്ട് ആരോ വിഷം വെച്ച് കൊണ്ടുവന്ന ആഹാരമാണ്. അപ്പം ഇദ്ദേഹം ഇവരെല്ലാം കൂടെ ചെന്ന് പരിപാടി ഇട്ടു. അവിടെ എല്ലാം നോക്കി, ആരാ കൊണ്ട് വെച്ചെന്നറിയണം. നോക്കി പോകണം, മരത്തിൻ്റെ മുകളിൽ ഒരാൾ ഇരുന്നു. അപ്പോൾ ഇവൻ തന്നെ നമ്മളെ ചതിക്കാൻ വേണ്ടി വിഷം വെച്ച് കലക്കി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക. അപ്പം അങ്ങനെ അവനെ വിട്ടുകൂടല്ലോ. ഇവർ ഈ പൊതിച്ചോറുമായിട്ട് ആഹാരമായിട്ട് നേരെ മരത്തിൽ 2 പേര് കയറി ഇവനെ പിടിച്ച് അവിടെ വെച്ച് തന്നെ കൈയും കാലും ഒരു വലിഞ്ഞ് വെച്ചിട്ട് വായ്ക്കകത്ത് പൊളിച്ച് ഈ ആഹാരം വായ്ക്കകത്തോട് തള്ളി കൊടുത്തു. അപ്പം അവൻ എന്ത് ആഗ്രഹിച്ചു അത് കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അമ്മ അന്ന് പറഞ്ഞ ഒരിത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുക, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് അമ്മ പറഞ്ഞ ഒരു കഥയാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. നന്ദി, നമസ്കാരം.